നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അറാബിക് ഫിഷ് ഫ്രൈ ആണ്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇതിനു വേണ്ടി കുറച്ച് വലിയ 2 മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറ്റ എന്നു പേരുള്ള മീനാണിത്. ഇതുപോലെ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ ചെതുമ്പലുള്ള കുറച്ച് പരന്ന ടൈപ്പ് മീൻ വേണം എടുക്കാൻ. ഇതുപോലെ കഴുകി വൃത്തിയാക്കി മുഴുവനോടെ വേണം എടുക്കാൻ. ഇതിലെ വെള്ളമൊക്കെ നന്നായി ഊറ്റിക്കളഞ്ഞ് ഡ്രൈ ആക്കി എടുക്കണം. ഇതിൽ പുരട്ടാൻ വേണ്ടി കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കാം. ഇത് 2.5 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്. പേസ്റ്റിലേക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മീനിൻ്റെ എല്ലാ ഭാഗത്തും നന്നായി തേച്ച് പിടിപ്പിക്കണം. ഇനി മീനിൻ്റെ മുകൾ ഭാഗത്ത് കുറച്ച് കുരുമുളക് പൊടി വിതറി കൊടുക്കാം. കുറച്ച് ഉപ്പ് കൂടി വിതറി കൊടുക്കാം. ഇതൊന്ന് തേച്ച് പിടിപ്പിക്കാം. മറുഭാഗത്തും ഇതുപോലെ കുരുമുളക് പൊടിയും ഉപ്പും വിതറി തേച്ച് പിടിപ്പിക്കാം. ഇനി 1 മണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. നമ്മുടെ മീനിൽ ഇപ്പോൾ മസാല തേച്ചിട്ട് 1 മണിക്കൂറായി. ഇനി ഒരു പരന്ന പാത്രത്തിലേക്ക് 1/2 കപ്പ് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 കപ്പ് മൈദപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗാർലിക് പൗഡറും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി മസാല തേച്ച് വെച്ച മീൻ ഈ പൊടിയിലേക്കിട്ട് നല്ലപോലെ പിടിപ്പിക്കണം. ഇനി ഇതൊരു 10 മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം. ഇനി നമുക്കിത് പൊരിച്ചെടുക്കാം. കുറച്ചധികം ഓയിലിൽ വേണം ഇത് പൊരിച്ചെടുക്കാൻ. മീൻ മുഴുവനായി പൊരിച്ചെടുക്കാൻ പറ്റിയ ചട്ടി വേണം എടുക്കാൻ. ചട്ടി ചൂടാകുമ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. 2.5 കപ്പ് ഓയിലാണ് ഞാൻ ഒഴിച്ചത്. ഓയിൽ ചൂടാകുമ്പോൾ മീൻ പതുക്കെ വെച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് പൊരിച്ചെടുത്താൽ മതി. ഒരു 6-7 മിനിറ്റ് കഴിഞ്ഞാൽ മീനൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഒരു 4-5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ഭാഗം പൊരിഞ്ഞു വരും. ഇതിപ്പോൾ പാകത്തിൽ പൊരിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാം. റെസ്റ്റോറൻറ്റുകളിലൊക്കെ ഇതുപോലത്തെ ഫിഷ് ഫ്രൈക്ക് നല്ല വില കൊടുക്കണം. ഇതുപോലെ നമ്മൾ വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ കുറഞ്ഞ ചിലവേ വരും. അതുപോലെ നല്ല രുചിയാണ്.